ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദാ പുതിയ കഥയുമായി വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവരും കേൾക്കാൻ തയ്യാറായിരിക്കുകയാണല്ലോ അല്ലേ? എന്നാൽ പറയട്ടെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അമ്മൂമ്മയുടെ കഥയാണ് കേട്ടോ. പണ്ട് പണ്ട് ഒരു വീട്ടിൽ ഒരു അമ്മൂമ്മ താമസിക്കുന്നുണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. അമ്മൂമ്മ തനിയാണ് താമസിച്ചായിരുന്നേ. അമ്മൂമ്മയ്ക്ക് മക്കളില്ല, ബന്ധുക്കളൊന്നും അങ്ങനെയില്ല. ഉള്ളവരെന്നെ ബന്ധുക്കളൊക്കെ ഇത്തിരി ദൂരെയാണ്, അടുത്തൊന്നും ആരുമില്ല. അപ്പോൾ അങ്ങനെ അമ്മൂമ്മ ജീവിച്ചിരുന്നത് കുറച്ച് കൃഷി ഒക്കെ ഉണ്ടായിരുന്നു. പച്ചക്കറികൾ, സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികളും ഇതൊക്കെ അമ്മൂമ്മ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ഇത്തിരി വയസ്സൊക്കെ ആയിട്ടുണ്ട്, എന്നാലും ആരോഗ്യമുണ്ട് കേട്ടോ. അമ്മൂമ്മയുടെ കാര്യങ്ങൾക്കൊക്കെ അമ്മൂമ്മ ഒരു കുറവില്ലാണ്ട് അമ്മൂമ്മ നല്ലപോലെ പണിയൊക്കെ എടുത്ത് നടക്കും. അപ്പോൾ അമ്മൂമ്മ ഒരു പാടത്ത് കുറച്ച് ചോളം, പിന്നെ കുറച്ച് ഗോതമ്പ്, നെല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു, അമ്മൂമ്മയുടെ ആവശ്യത്തിന് മാത്രം. അപ്പോൾ അമ്മൂമ്മ ഒരു ദിവസം ഇങ്ങനെ ചോളം ഇതിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു. വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ ഒരു ചാക്കിലാക്കിയിട്ട് വീട്ടിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ അമ്മൂമ്മ വിചാരിക്കും, ഇനി ഇതെല്ലാം ഓരോന്നായിട്ട് ഉണക്കി ഉണക്കി എടുക്കണം, എങ്ങനെയെങ്കിലും വേഗം ചെയ്യണം, മഴക്കാലം വരുന്നതിന് മുമ്പ് ഉണക്കിയില്ല എന്നുണ്ടെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും എന്നൊക്കെ അമ്മൂമ്മ അങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം വെളിച്ചാകുമ്പോൾ അമ്മൂമ്മ ചാക്കിലിരുന്നിരുന്ന ധാന്യങ്ങളൊക്കെ കുറേശ്ശെ എടുത്ത് മുറ്റത്ത് പായ വിരിച്ച് ഉണക്കാൻ തുടങ്ങും. ഗോതമ്പുണ്ടായിരുന്നു, ചോളം ഉണ്ടായിരുന്നു, ഒരു ഭാഗത്ത് കുറച്ച് നെല്ല്. അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ പായയിലൊക്കെ വിരിച്ചിട്ട് ഉണക്കാനായിട്ട് മുറ്റത്തിട്ടു. അപ്പോൾ അമ്മൂമ്മ വിചാരിക്കും, അവിടേക്ക് ഇവിടേക്കൊക്കെ നോക്കിയിട്ട് കാക്കയോ കോഴിയോ അങ്ങനെ ഒന്ന് കൊത്തുകയാവോ, എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് അമ്മൂമ്മ മുറ്റത്തു നിന്ന് കുറച്ച് കല്ലുകളൊക്കെ പറക്കി അടുത്ത് കൊണ്ടുപോയിക്കും കേട്ടോ, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മൂമ്മ അങ്ങനെ കല്ലുകളൊക്കെ വെച്ച് ഉമ്മറത്ത് കുറേ നേരം ഇരിക്കും. അപ്പോൾ അമ്മൂമ്മയ്ക്ക് കുറേ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ദാഹം തോന്നി. അമ്മൂമ്മ അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാനായി പോയി വന്നപ്പോൾ കുറേ കോഴികൾ, പിന്നെ അണ്ണാന്മാർ, കാക്കകൾ എല്ലാവരും കൂടി ഈ ഗോതമ്പും ചോളം, നെല്ല് ഇതൊക്കെ ചിക്കി ചകഞ്ഞ് ആകെ പരത്തിയിട്ടുണ്ട്. എല്ലാവരും നിന്ന് കൊത്തി തിന്നാം. അമ്മൂമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മൂമ്മ ഒരു കല്ലെടുത്തിട്ട് ഒറ്റ അലക്ക് കൊടുക്കും. അപ്പോൾ കോഴിയും ഇതൊക്കെ ഇങ്ങനെ പറന്ന് പോകും. അവരാരും മേലൊന്നും കൊള്ളില്ല കേട്ടോ. എന്നാൽ ഈ കല്ല് അലക്കണ കണ്ടപ്പോൾ അവർ പേടിച്ചിട്ട് എല്ലാവരും പല വഴിക്കും പറന്നു പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മൂമ്മ അവിടെ വീണ്ടും ഇരിക്കും കുറേ നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മൂമ്മ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങാൻ വേണ്ടി ഇറയിൽ തന്നെ കിടക്കും, ഉമ്മറത്ത് തന്നെ കിടക്കും. അപ്പോൾ അമ്മൂമ്മയുടെ നിഴൽ കാരണം അങ്ങനെ അവറ്റങ്ങളൊന്നും വരുന്നില്ല നെല്ല് കൊത്തി തിന്നാനൊന്നും. അപ്പോൾ നോക്കിയപ്പോൾ അമ്മൂമ്മ കിടന്നു ഉറങ്ങുകയാണല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു കോഴി പറയും, എടാ അമ്മൂമ്മ ഉറങ്ങുക, നമുക്ക് പോയി എന്തെങ്കിലുമൊക്കെ തിന്നാം, നമുക്ക് വിശന്നിട്ട് വയ്യല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അവർ പതുങ്ങി വന്ന് ഗോതമ്പും ഈ ചോളമൊക്കെ മാന്തി തിന്നാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരണ്ണാൻ അവിടെ ഇരുന്ന് മാവിൻ്റെ കൊമ്പും ഇരുന്ന് ചിൽ എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അമ്മൂമ്മ പെട്ടെന്ന് ഞെട്ടി ഉണരും. അപ്പോൾ ഞെട്ടി ഉണരുമ്പോൾ അമ്മൂമ്മ കല്ലെടുത്തിട്ട് ഒരൊറ്റ അലക്ക് കൊടുക്കും വീണ്ടും. അത് ഒരു കോഴിയുടെ കാലുമേലെ ചെന്ന് കൊണ്ടത്. അപ്പോൾ കോഴി കൊക്കരക്കോ കോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഓടിയിട്ടാണ്. കാക്കകളും പറന്നുപോയി. അപ്പോൾ ഈ കോഴിക്ക് ദേഷ്യം വരും, ഈ അണ്ണാനിരുന്ന് ശബ്ദം ഉണ്ടാക്കിയ കാരണം മുത്തശ്ശി എൻ്റെത്, അല്ലാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഭക്ഷണം കഴിക്കായിരുന്നു എന്ന് വിചാരിക്കും. കോഴിയുടെ കാലുമുണ്ട്, കോഴിക്ക് നല്ല വേദനയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ എന്താണ് പറ്റിയെന്നുള്ളത് അറിയില്ല. അമ്മൂമ്മ അങ്ങനെ അവിടെ ഇരിക്കും. എന്നിട്ട് കുറേ സന്ധ്യയാകുമ്പോൾ അമ്മൂമ്മ നെല്ലും ഗോതമ്പ് ചോളം ഇതൊക്കെ ഓരോരോ ചാക്കിലാക്കി കെട്ടി അകത്ത് കൊണ്ടുവയ്ക്കും. അന്ന് രാത്രി കിടക്കാറായപ്പോൾ അമ്മൂമ്മയ്ക്ക് നല്ല പനി പോലെ തോന്നി. ഒരു ഗുളികയൊക്കെ എടുത്ത് കഴിച്ചിട്ട് അമ്മൂമ്മ കിടക്കും. പിറ്റേന്ന് രാവിലെ ആയിട്ടും അമ്മൂമ്മയ്ക്ക് പനി കുറയണില്ല. അപ്പോൾ അമ്മൂമ്മ അവിടെ തന്നെ കിടക്കും, അമ്മൂമ്മ എനിക്കില്ല. അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിറ്റേ ദിവസം ഈ ഇതൊക്കെ തിന്നേണ്ട സമയമായപ്പോൾ കോഴി, കാക്ക, അണ്ണാൻ അവരൊക്കെ വന്ന് എല്ലായിടത്തും നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല മുറ്റത്ത് ഉണക്കാനിട്ടേക്കണത്. അപ്പോൾ ഈ കോഴി പറയും, ആരും കാണാനില്ലല്ലോ അവിടെ, കുറേ കോഴിയുണ്ട് കേട്ടോ. അതിലത്തെ ഒരു കോഴിയുടെ കാലുമീണ് ഇന്നലെ കൊണ്ടത്, അവൻ്റെ കാല് ഇത്തിരി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ ഇരിക്കുക. മറ്റുള്ള കോഴികളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും, അമ്മൂമ്മ ഒന്ന് വാതിലൊന്നും തുറന്നിട്ടില്ല, അമ്മൂമ്മ ഇവിടെ ഇല്ലാവോ, നമുക്കൊന്ന് പോയി നോക്കായിരുന്നു എന്ന് പറയും. അപ്പോൾ കാക്കേനെ വിളിക്കും ഒരു കോഴി. എന്നിട്ട് പറയും, എടാ നീ ഒന്ന് പോയി ആ ജനാലിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നോക്ക്, അമ്മൂമ്മേനെ കാണാനില്ല 2 ദിവസമായിട്ട് ഇവിടെ എന്ന് പറയും. അപ്പോൾ ശരി, ഞാൻ നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അവർ നോക്കും. നോക്കുമ്പോൾ അമ്മൂമ്മ കട്ടിലുമ്പോൾ പുതച്ച് മൂടി കിടക്കുക.
അപ്പോൾ പറയും അമ്മൂമ്മ അവിടെ ഉണ്ട്, അമ്മൂമ്മ എവിടേക്കും പോയിട്ടൊന്നുമില്ല, അമ്മൂമ്മയ്ക്ക് എന്തോ അസുഖമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും, നമുക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറയും സാരമില്ല, ഇന്നിപ്പോൾ നമുക്ക് ഈ പറമ്പിലൊക്കെ നടന്ന് കിട്ടാവുന്നത് കൊത്തി തിന്നാം, അല്ലാണ്ട് എന്ത് ചെയ്യും, നാളെ നോക്കാം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊത്തി നടന്ന് അവരങ്ങനെ പോവും. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ പിറ്റേന്നാവും കേട്ടോ. പിറ്റേന്ന് നേരം വെളിച്ചാവുമ്പോഴും അമ്മൂമ്മ വാതിലൊന്നും തുറക്കണില്ല, ഇതൊന്നും വൃത്തിയാക്കണില്ല, മുറ്റം വൃത്തിയാക്കണില്ല, ഒന്നും ഉണക്കാനിടണില്ല. ഇതൊക്കെ കണ്ടപ്പോൾ അതുകൂടെ പോയിരുന്നൊരു സ്ഥിരമായിട്ട് പോകാറുള്ള ഒരാൾ. അപ്പോൾ ആളും മനസ്സിൽ വിചാരിക്കും കേട്ടോ, എന്ത് പറ്റിയാവോ അമ്മൂമ്മയ്ക്ക്, കുറേ ദിവസമായിട്ട് അമ്മൂമ്മയും കാണാമല്ലോ, അല്ലെങ്കിൽ എപ്പോഴും ഉമ്മറത്ത് ഉണ്ടാവാറുള്ളതാ, എന്ത് പറ്റിയാവോ എന്ന് വിചാരിച്ച് ആളങ്ങനെ വിചാരിച്ച് അങ്ങനെ പോവും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ കോഴികളൊക്കെ കുറേ കഴിയുമ്പോൾ വരും കേട്ടോ. അവർ മുറ്റത്ത് വല്ലതും ഉണക്കാനിട്ടുണ്ടോ, അമ്മൂമ്മ എൻ്റെ ഇട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് വരും. അപ്പോൾ അപ്പോഴും വാതിൽ തുറന്നിട്ടില്ല. അപ്പോൾ അവിടെ മുറ്റമൊക്കെ ആകെ വൃത്തികേടായി കിടക്കുക, ഇലയൊക്കെ വീണിട്ട്, കുറേ പ്ലാവില വീണുണ്ട്, മാവിൻ്റെ ഇല എല്ലാം വീണ് വൃത്തികേടായി കിടക്കുക. അപ്പോൾ കോഴി പറയും, കാക്കോട് പറയും, അണ്ണാനോടും പറയും, നമുക്ക് അമ്മൂമ്മയുടെ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്താലോ, അമ്മൂമ്മ ഉള്ളപ്പോൾ നല്ല ഭംഗിയിൽ കിടക്കാറുള്ളതാ, നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം, അമ്മൂമ്മയ്ക്ക് എന്തോ അസുഖമായിട്ട് കിടപ്പാ, അതുകൊണ്ടാണ് എനിക്കാത്തതെന്നൊക്കെ പറയും. എന്നാൽ ശരി നമുക്ക് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് അണ്ണാനും കാക്കയും പിന്നെ ഈ കോഴിയൊക്കെ കൂടി അവരവർക്ക് പറ്റിയ പണി അവർ ചെയ്യും. ഓരോ ഇല കൊത്തി പറമ്പിൽ കൊണ്ടുവന്നിടും. അങ്ങനെ ചെയ്ത് വീടിൻ്റെ മുൻഭാഗമൊക്കെ അവർ നല്ല ഭംഗിയാക്കിയിട്ടാ. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ മറ്റേ ആൾ അത് കൂടെ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഇവർ വിചാരിക്കും, ആൾ വിചാരിക്കും, കോഴികളൊക്കെ പണി ചെയ്യുമോ, ഇവരൊക്കെ അമ്മൂമ്മയുടെ വീട്ടിലെ കരടുകളൊക്കെ കൊത്തിക്കൊണ്ട് പറമ്പിലിട്ടിട്ട് വീടൊക്കെ വൃത്തിയാക്കുന്നുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കോഴികളൊക്കെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണത് കണ്ടേക്കണതെന്ന് ആളങ്ങനെ മനസ്സിൽ വിചാരിച്ച് അവിടെയൊക്കെ ഇങ്ങനെ ആൾ പശുവിന് പുല്ല് വലിക്കാനൊക്കെ നടക്കുകയാണ് കേട്ടോ. അമ്മൂമ്മയുടെ വീടിൻ്റെ മുമ്പിലും അവിടെ ഇവിടെയൊക്കെ നടന്ന് പുല്ല് വലിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ അമ്മൂമ്മ അങ്ങോട്ട് വരും. അമ്മൂമ്മ 4 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ അമ്മൂമ്മയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും കോഴികളൊക്കെ വേഗം ഓടും, കല്ലെടുത്ത് എറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അമ്മൂമ്മ എന്നിട്ട് ഉമ്മറത്ത് പതുക്കെ വന്നിരിക്കും. അപ്പോൾ ഈ അവിടെ പുല്ല് വലിക്കുന്നുണ്ടായിരുന്ന ആളെന്ന് പറഞ്ഞില്ലേ, ആ ആൾ അമ്മൂമ്മേനെ കാണുമ്പോൾ ചോദിക്കും, അമ്മൂമ്മ എന്ത് പറ്റി, 3-4 ദിവസമായിട്ട് അമ്മൂമ്മേനെ പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ പറയും, തീരെ സുഖമില്ലാണ്ട് കിടക്കുകയായിരുന്നു മോനെ, നല്ല പനി മേലുവേദനയൊക്കെ ആയിരുന്നു, മരുന്ന് കഴിച്ചിട്ടും വലിയ കുറവൊന്നും ഉണ്ടായില്ല, ഇപ്പോൾ ഒന്ന് തല പൊന്തിക്കാറായി, അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് വന്നിരുന്നതെന്ന് പറയും. അപ്പോൾ പറയും, അമ്മൂമ്മ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ വല്ല കോഴീനെയോ കാക്കേനെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അമ്മൂമ്മ ഇപ്പോൾ വരെയൊക്കെ വളർത്തുന്നുണ്ടോ ചോദിക്കും. അപ്പോൾ പറയും, ഇല്ല, ഇവിടെ കോഴിയില്ല, ഒന്നുമില്ല, ഒക്കെ വല്ലവരുടെയും വരണതാ, ഞാനൊന്നും വളർത്തുന്നില്ല എന്ന് പറയും. അപ്പോൾ പറയും, എൻ്റെ മുറ്റും ഇതൊക്കെ നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ടല്ലോ, ആരാണാവോ ഇങ്ങനെ ചെയ്തത്, മോനാണോ എൻ്റെ വീടൊക്കെ വന്ന് വൃത്തിയാക്കി പോയതെന്ന് ചോദിക്കും. അപ്പോൾ ആൾ പറയും, അല്ല അമ്മൂമ്മേ, ഇവിടെ കുറച്ച് കോഴി, അണ്ണാൻ, കാക്ക അവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇവിടുത്തെ കരടുകളൊക്കെ കൊത്തിപ്പറക്കി പറമ്പിലേക്ക് കൊണ്ടിട്ട് ഇടണത് കണ്ടു. അപ്പം ഞാനും വിചാരിച്ചു കേട്ടാ, ഈ മിണ്ടാപ്രാണികളൊക്കെ ഇങ്ങനെ വീടും പരിസരമൊക്കെ വൃത്തിയിലാക്കുമോ എന്ന് വിചാരിച്ചു, അവരൊക്കെ വൃത്തികേടാക്കണതല്ലേ. അപ്പോൾ കോഴിയാണെങ്കിൽ മുറ്റത്തൊക്കെ നിറയെ കാട്ടൊക്കെ ഇട്ട് വൃത്തികേടാക്കും, കാക്കകൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോന്ന് കൊണ്ടുവന്നിട്ട് അതും വൃത്തികേടാക്കും, അതൊക്കെയാണ് ഞാൻ കണ്ടേക്കണത്, അല്ലാണ്ട് ഇങ്ങനെ നല്ല വൃത്തിയാക്കണ കോഴീനും കാക്കേനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയും. അപ്പോൾ പറയും, ആണോ, അവരാണോ ഇതൊക്കെ ചെയ്തത്, ഇവിടെ കുറേ സ്ഥിരമായിട്ട് കുറച്ച് കോഴികളും കാക്കകളൊക്കെ വരാറുണ്ട്, ഇനി അവരായിരിക്കും എന്ന് അമ്മൂമ്മ പറയും കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അമ്മൂമ്മ വിചാരിക്കും, എന്തായാലും അവരെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് അമ്മൂമ്മ കോഴിക്കുട്ടാ ബാ 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 എന്ന് പറഞ്ഞ് വിളിക്കൂട്ടാ. അത് കഴിഞ്ഞിട്ട് കാക്കേ കാ 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 ഇങ്ങോട്ട് വാ എല്ലാവരും വാ എന്ന് പറയും. അപ്പോൾ അവരെല്ലാവരും ഓടി വരും കേട്ടോ. അമ്മൂമ്മ എന്താണാവോ പതിവില്ലാത്ത വിധം ഞങ്ങളൊക്കെ വിളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവർ ഓടി വരും അവിടുന്ന്. എന്നിട്ട് മുറ്റത്ത് നിൽക്കും. അടുത്തേക്ക് ചെല്ലാൻ പേടിയുണ്ട്. അപ്പോൾ അമ്മൂമ്മ ചോദിക്കും, മക്കളെ നിങ്ങളാണോ എൻ്റെ മുറ്റമൊക്കെ വൃത്തിയാക്കിയത് ചോദിക്കും. അപ്പോൾ അതേ അമ്മൂമ്മയെന്ന് പറയും. അമ്മൂമ്മ സുഖമില്ലാണ്ട് കിടക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു, അത് കാരണം ഞങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കിയതെന്ന് പറയും. ഒന്നില്ലെങ്കിൽ കുറച്ച് ദിവസം അമ്മൂമ്മയുടെ ഗോതമ്പും ചോളമൊക്കെ ഞങ്ങൾ തിന്ന് അമ്മൂമ്മയ്ക്ക് ശല്യം ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയതിനുള്ള നന്ദി അമ്മൂമ്മയോട് കാണിച്ചതാന്ന് പറയും. അപ്പോൾ പറയും, ആണോ കോഴിക്കുട്ടാ, നിൻ്റെ കാലുമ്പോൾ എന്ത് പറ്റിയതാ ചോദിക്കും. നീ എന്താ പതുക്കെ നടക്കണേന്ന് ചോദിക്കും.
അപ്പോൾ പറയും അമ്മൂമ്മ അറിഞ്ഞില്ലേ, അമ്മൂമ്മ അന്ന് കല്ലെടുത്ത് എറിഞ്ഞില്ലേ 3-4 ദിവസം മുമ്പ്. അപ്പോൾ എൻ്റെ കാലുമ്മല കൊണ്ടത്, എൻ്റെ കാല് ഇവിടെ പൊട്ടി കുറേ ചോരയൊക്കെ വന്നു, എനിക്ക് നടക്കാൻ പറ്റാണ്ട് കുറേ നേരം ഞാൻ അവിടെ ഇരുന്നിട്ടാണ് എൻ്റെ കൂട്ടിലേക്ക് പോയതെന്ന് പറയും. അപ്പോൾ ആണോ കോഴിക്കുട്ട, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ നിന്നെ വീക്കണം എന്ന് വിചാരിച്ചിട്ട് എറിഞ്ഞതൊന്നുമല്ല, എല്ലാവരും കൂടി അങ്ങോട്ട് കല്ലെടുത്ത് എറിഞ്ഞു എന്നുള്ളൂ, ഞാൻ അറിഞ്ഞില്ല, കഷ്ടം, സാരമില്ല, നീ ഇങ്ങോട്ട് വായോ, ഞാൻ ഒടിഞ്ഞു തരാമെന്ന് പറയും. എന്നിട്ട് അപ്പോൾ കോഴി ഇത്തിരി ധൈര്യത്തോടു കൂടി അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ അമ്മൂമ്മ അവൻ്റെ കാല് പിടിച്ച് ഇങ്ങനെ ഒഴിഞ്ഞ് തലോടി കൊടുക്കൂട്ടാ. അപ്പോൾ പറയും വേദനയുണ്ടോ കോഴിക്കുട്ടാ ചോദിക്കും. അപ്പോൾ ഇല്ല അമ്മൂമ്മേ, സാരമില്ല, അമ്മൂമ്മ തലോടി തന്നപ്പോൾ തന്നെ എൻ്റെ എല്ലാ വേദനയും മാറി എന്ന് പറയും. അപ്പോൾ പറയും നിങ്ങളെൻ്റെ വീട് വൃത്തിയാക്കി തന്നില്ലേ, അതെനിക്ക് അന്ന് എൻ്റെ ഗോതമ്പും നെല്ലൊക്കെ വൃത്തികേട് ഇതൊക്കെ കൊത്തി തിന്ന് എല്ലാം നശിപ്പിച്ചു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ അലക്കിയത്, നിങ്ങൾ ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടെന്നൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. അപ്പോൾ പറയും സാരമില്ല അമ്മൂമ്മേ, എല്ലാവരും അങ്ങനെ തന്നെയാ, അവനവൻ്റെ മുതൽ നശിപ്പിക്കുമ്പോൾ എല്ലാവരും കല്ലെടുത്ത് എറിയുകയൊക്കെ ചെയ്യും, ഞങ്ങൾ എവിടെ പോയാലും ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്, ഞങ്ങൾ ആരുടെയെങ്കിലും പറമ്പിലേക്കൊക്കെ ചെന്ന് എന്തെങ്കിലും ചിക്കി ചകഞ്ഞ് മാന്താൻ നിന്ന് എല്ലാവരും ഞങ്ങളെ കല്ലെടുത്തെറിയും. എന്നാലും പക്ഷേ അമ്മൂമ്മ എറിഞ്ഞ പോലെ ഒന്നും എൻ്റെ കാലുമേലൊന്നും ഇതുവരെ ആരും അലക്കിയിട്ടില്ല കേട്ടോ, ഇത് ഇത്തിരി വലിയ കല്ലുകൊണ്ട് അമ്മൂമ്മ അലക്കിയെന്ന് തോന്നുന്നു എന്ന് പറയും. സാരമില്ല കോഴിക്കുട്ടാ, നീ ക്ഷമിക്കുകയെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചു അമ്മൂമ്മേ, അമ്മൂമ്മയുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറേ ദിവസം എന്തായാലും കഴിഞ്ഞേർന്നതല്ലേ, അതിൻ്റെ സ്നേഹം ഞങ്ങൾക്കുണ്ടെന്ന് പറയും. അപ്പോൾ പറയും നിങ്ങൾ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ലേ ചോദിക്കും. അപ്പോൾ പറയും ഇല്ല അമ്മൂമ്മേ, അമ്മൂമ്മ ഇവിടെ 3-4 ദിവസമായിട്ട് ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് നേരാവണ്ണം ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ആണോ, നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ അകത്ത് പോയി ഒരു പാത്രത്തിൽ നിറച്ച് ഗോതമ്പും കുറച്ച് ചോളവും പിന്നെ കുറച്ച് നെല്ലൊക്കെ ഇട്ട് അവർക്ക് കൊണ്ടു കൊടുക്കും. അപ്പോൾ അവരതൊക്കെ കൊത്തി തിന്നും. എന്നിട്ട് അമ്മൂമ്മ പറയും ഇനി നിങ്ങൾ അങ്ങനെ വല്ലവരുടെ പറമ്പിലൊന്നും പോയി കൊത്തി തിന്നാനൊന്നും നിൽക്കണ്ട കേട്ടാ, ആരെങ്കിലും മലയ്ക്ക് നിങ്ങളുടെ കാലൊക്കെ ഒടിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങൾ എന്നും ദിവസം ഇവിടേക്ക് വന്നോളൂ, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരാമെന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷം. അപ്പോൾ പറയും ശരി അമ്മൂമ്മേ, ഞങ്ങളങ്ങനെ ചെയ്യാം, അമ്മൂമ്മ ഞങ്ങളെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി, ഞങ്ങൾ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ ചെയ്തു തരാം. അപ്പോൾ ശരി എന്നാൽ നിങ്ങളിത് കഴിച്ചിട്ട് നിങ്ങൾ പൊക്കോ, ഇരുട്ടാവാറായില്ലേ, നിങ്ങളെല്ലാവരും പോയിക്കോളൂ എന്ന് പറയും. അപ്പോൾ അമ്മൂമ്മ പിന്നെ അവരെ ഒന്നും ഉപദ്രവിച്ചില്ല കേട്ടോ, ഇവരോട് നല്ല കൂട്ടുകാരായിട്ട് അവരങ്ങനെ കുറേ കാലം സന്തോഷത്തോടു കൂടി ജീവിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ചെറിയ കഥയായിരുന്നു കേട്ടോ. ഇനി വീണ്ടും ഒരു നല്ല കഥയുമായി ഞാൻ അടുത്ത ആഴ്ച വരാം. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത ആഴ്ച വരുന്നവരെ ടാറ്റാ ബൈ ബൈ.